ആരോഗ്യവകുപ്പിൽ പ്രത്യേക HR സെൽ പ്രവർത്തനം ആരംഭിച്ചു. ഡോക്ടർമാരുടെ സീനിയോറിറ്റി പട്ടിക തയ്യാറാക്കി സ്ഥാനക്കയറ്റം നൽകുകയാണ് ലക്ഷ്യം. ഫയലുകൾ തീർപ്പാക്കാതെയും നടപടികളിലെ കാലതാമസവും കാരണം സ്ഥാനക്കയറ്റം ലഭിക്കാതെ ഡോക്ടർമാർ പ്രതിസന്ധിയിലായിരുന്നു. ഈ സാഹചര്യത്തിലാണ് പ്രത്യേക സെൽ രൂപീകരിക്കാൻ തീരുമാനിച്ചിരിക്കുന്നത്. വിവരങ്ങളുമായി തിരുവനന്തപുരത്ത് നിന്നും സനിസ ശോഭാചന്ദ്രൻ ചേരുകയാണ്. സനിസ, ഈ സ്ഥാനക്കയറ്റം ലഭിക്കുന്നില്ല, അതോടൊപ്പം തന്നെ അതിന് നടപടികൾ വൈകുന്നു തുടങ്ങി വിവിധ ആരോപണങ്ങൾ, പ്രശ്നങ്ങൾ ഉന്നയിച്ചിരുന്നു ഡോക്ടർമാർ. അതിനൊക്കെ പരിഹാരം കാണാനാണോ HR സെല്ലിൻ്റെ ഈ പുതിയ രൂപീകരണം കൊണ്ട് ഉദ്ദേശിക്കുന്നത്? ഡോക്ടർമാരിൽ നിന്നും വലിയ രീതിയിൽ പരാതി ഉയർന്നിരുന്നു. കൂടാതെ തന്നെ കൂടുതൽ ഡോക്ടർമാരെ നിയമിക്കാത്തത് മൂലം സംസ്ഥാനത്ത് പലയിടങ്ങളിലും ഡോക്ടർമാർ ഇല്ലാത്ത ക്ഷാമമടക്കം റിപ്പോർട്ട് ചെയ്ത ഒരു സാഹചര്യത്തിലാണ് ഇത്തരത്തിലേക്ക് ഒരു തീരുമാനത്തിലേക്ക് ആരോഗ്യ വകുപ്പ് നീങ്ങുന്നത്. ഇപ്പോൾ ആരോഗ്യ വകുപ്പിൽ പ്രത്യേക HR സെൽ പ്രവർത്തനം ആരംഭിച്ചു കഴിഞ്ഞിട്ടുണ്ട്. ഇതിൽ പ്രധാനമായും ആരോഗ്യ വകുപ്പിലെ ഡോക്ടർമാരുടെ സീനിയോറിറ്റി പട്ടിക തയ്യാറാക്കി യഥാസമയം സ്ഥാനക്കയറ്റം നൽകുകയായിരിക്കും ലക്ഷ്യമാക്കുന്നത്. കൂടാതെ സ്ഥാനക്കയറ്റം നടക്കാത്തതിനാൽ ഒഴിവുകൾ കൃത്യമായി നികത്താൻ സാധിക്കാത്ത ഒരു സ്ഥിതിയായിരുന്നു. ഡോക്ടർമാരുടെ കുറവ് മൂലം ജനങ്ങളും ഒരുപാട് ബുദ്ധിമുട്ട് നേരിടുന്നതായിട്ട് ആരോഗ്യ വകുപ്പിൽ ഒരുപാട് പരാതി ലഭിച്ചിട്ടുണ്ട്. ഫയലുകൾ തീർപ്പാക്കാതെയും നടപടികളിലെ കാലതാമസവും കാരണം സ്ഥാനക്കയറ്റം ലഭിക്കാതെ ഡോക്ടർമാരുടെ പ്രതിസന്ധിയും കൂടി കണക്കിലെടുത്താണ് ഇങ്ങനെ ഒരു തീരുമാനത്തിലേക്ക് ആരോഗ്യ വകുപ്പ് നീങ്ങിയത്. ഈ സാഹചര്യത്തിൽ ഈ പ്രതിസന്ധി ഈ ഒരു പുതിയ HR സെൽ രൂപീകരിച്ച് സീനിയോറിറ്റി പട്ടിക യഥാസമയം നൽകുന്നതോടൊപ്പം കൂടുതൽ ഡോക്ടർമാരെയും വിന്യസിക്കാൻ കഴിയുമെന്ന ഒരു പ്രതീക്ഷയിലാണ് ആരോഗ്യ വകുപ്പ് ഉള്ളത്. ഇതിൽ HR സെല്ലിന്റെ നേതൃത്വം ഡോക്ടർ അനിൽ പി ആണ്. ഡെപ്യൂട്ടി ഡയറക്ടർ മെഡിക്കൽ ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേഷനായിട്ട് നിയോഗിക്കപ്പെട്ടത്. കൂടാതെ തന്നെ ഡോക്ടർ വിനീത് VN ജൂനിയർ അഡ്മിനിസ്ട്രേറ്റീവ് മെഡിക്കൽ ഓഫീസർ ആസൂത്രണം, ഇതിന്റെ ഭാഗമായിട്ടുള്ള ആസൂത്രണം അടക്കമുള്ള കാര്യങ്ങളുടെ ചുമതല അദ്ദേഹത്തിനാണ്. അത്തരത്തിലാണ് ഇപ്പോൾ ഒരു 5 അംഗ സെല്ലിനെ രൂപീകരിച്ചിട്ടുണ്ട്. ഗൗതം. ശരി, സനിസ ശോഭാചന്ദ്രനാണ് വിവരങ്ങൾ നൽകിയത്. 5 അംഗ സെല്ലാണ് HR സെല്ലായി പ്രവർത്തിക്കുക. സ്ഥാനക്കയറ്റം ഉൾപ്പെടെയുള്ള കാര്യങ്ങളിലെ പരാതി പരിഹരിക്കാനാണ് ആരോഗ്യവകുപ്പിൻ്റെ ഈ നീക്കം.